MC നാസർ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നാസർ, കടൽ യുദ്ധമായാലും കരയുദ്ധമായാലും ഇത്തരത്തിൽ അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഭീഷണിക്ക് വഴങ്ങി അവരുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടതില്ല. കരയുദ്ധമായാൽ കരയുദ്ധം, ആയുധം കൊണ്ട് മറുപടി പറയാമെന്നുള്ളത് തന്നെയാണ് ഇറാന്റെ നിലപാട്. വിനീഷ, ഏറെക്കുറെ ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ പ്രതികരണങ്ങളും ആ സ്വഭാവത്തിൽ തന്നെയാണ്. കാരണം തങ്ങൾ നേരത്തെ പല ഘട്ടങ്ങളിലും ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചു, അല്ലെങ്കിൽ അമേരിക്ക ആവശ്യപ്പെട്ടത് പ്രകാരം ചർച്ചകൾക്ക് തയ്യാറായി. ഒമാന്റെ തലസ്ഥാനമായിട്ടുള്ള മസ്കത്തിൽ വെച്ച് ചർച്ച നടന്നു, ജനീവയിലും വിയന്നയിലും വെച്ച് ചർച്ച നടന്നു. ആ ചർച്ചകളുടെ ഒക്കെ ഘട്ടങ്ങളിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള വളരെ സുസ്ഥിരമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ തങ്ങൾ മുന്നോട്ട് വെച്ചു. ആ ചർച്ചകളിൽ വലിയ പുരോഗതിയുണ്ടെന്ന് അമേരിക്ക വ്യക്തമാക്കി. പക്ഷെ ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് തങ്ങളെപ്പോലും അമ്പരപ്പിക്കുമാറുള്ള ഒരു തിരിച്ചടി, തങ്ങൾക്ക് നേരെ ആക്രമണം ഇസ്രായേലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് ഏത് അവസ്ഥയിലാണ് ഇപ്പോൾ ചർച്ചയുടെ പേര് പറഞ്ഞ് തങ്ങളുടെ ചർച്ചാ ടേബിളിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് പിന്നെ പിറകിലൂടെ തങ്ങൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിശ്വാസ്യത തിരിച്ചു പിടിച്ചിട്ട് മതി ഇനി ചർച്ച എന്ന് പാക് പ്രധാനമന്ത്രിയെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ അറിയിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. അതുകൊണ്ട് സൈനികമായിട്ട് ഇപ്പം അമേരിക്കയും ഇസ്രായേലും ഒക്കെ വ്യക്തമാക്കുന്നത് ഇറാന്റെ സൈനിക ശേഖരം ഏറെക്കുറെ പൂർണ്ണമായിട്ട് അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതിന്റെ നാവികസേന ഇല്ലാതായിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഘട്ടങ്ങളിലും ഇപ്പൊ നിരന്തരമായിട്ട് ഇസ്രായേലിന് നേർക്ക് മിസൈൽ വർഷിക്കാൻ, ഡ്രോണുകൾ വർഷിക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറ്റിടങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് യാഥാർത്ഥ്യം എന്ത് എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് മിസൈൽ ശേഖരത്തിൽ വലിയൊരു പങ്ക് ഇപ്പോഴും ഇറാന്റെ കയ്യിലുണ്ട്. അത്തരം ആ മിസൈൽ ശേഖരത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല, ഇസ്രായേലിന്റെ സൈനിക നടപടിയിലൂടെ സാധിച്ചിട്ടില്ല എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെയും ട്രംപ് നേരിടുന്നത് ഇത് തെറ്റായിട്ടുള്ള വാർത്തകളാണ്, അമേരിക്കൻ മാധ്യമങ്ങൾ തനിക്കെതിരെയാണ്, അതുകൊണ്ടാണ് അവർ ഈ തെറ്റായിട്ടുള്ള അമേരിക്ക തോൽക്കുകയാണെന്നുള്ള പ്രചാരണം നടത്തുന്നത്. പക്ഷേ യുദ്ധത്തിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും വിജയിക്കുകയാണ്, യുദ്ധത്തിന്റെ വിജയത്തിന്റെ അരികിലാണ് തങ്ങളുള്ളത്, അതുകൊണ്ട് ഈ ദൗത്യം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിക്കും. ഇറാൻ തന്നെയാണ് ഈ അഭ്യർത്ഥനയുമായിട്ട് ഒരു കരാർ വേണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നത് എന്നതുൾപ്പെടെ നിരന്തരമായിട്ട് ട്രംപ് പറയുമ്പോൾ പോലും യാഥാർത്ഥ്യം എത്രയോ അകലെയാണെന്ന് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ദീർഘകാല യുദ്ധത്തിലേക്കാണ് ഈ കാര്യങ്ങൾ നീങ്ങുക എന്ന കാര്യം ഉറപ്പാണ്. അത്തരമൊരു ഘട്ടത്തിൽ ഒരു കരയാക്രമണം വളരെ അനിവാര്യമായിരിക്കും. പക്ഷേ അത് നിലവിലുള്ള സാഹചര്യത്തിൽ വലിയ തോതിൽ രക്തം ചിന്തലിന് ഇടയാക്കുമെന്ന കാര്യം വ്യക്തമാണ്. കാരണം ഹോർമുസ് കടലിടുക്ക് മാത്രമല്ല, ഇപ്പോൾ ഹൂത്തികൾ കൂടി രംഗത്ത് വന്നതോടുകൂടി ബാബുൽ മന്ദബ് എന്ന ഈ ചെങ്കടലിൽ തീരത്തെ പ്രധാന കപ്പൽപാത കൂടി പ്രതിസന്ധിയിലാവുകയാണെങ്കിൽ അത് മേഖലയുടെ താല്പര്യങ്ങൾ മാത്രമാവില്ല, അന്തർദേശീയ തലത്തിലുള്ള സാമ്പത്തിക താല്പര്യങ്ങളെ, ചരക്ക് കടത്തിനെ എല്ലാം പ്രതികൂലമായിട്ട് ബാധിക്കും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എത്രയും ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി പ്രശ്നപരിഹാരം വേണമെന്നാണ് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. അവർ അത് സംബന്ധിച്ച് കുറേ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. റഷ്യയും ചൈനയും അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ശക്തമായിട്ടുള്ള നീക്കങ്ങൾ ഇല്ലാതെ പോകുന്നതാണ് ഈ ചർച്ച ഈ സ്വഭാവത്തിൽ വഴിമുട്ടാനും ഈ സൈനികമായിട്ടുള്ള സംഘർഷം വിപുലപ്പെടാനും ഏറ്റവും പ്രധാന കാരണമായിട്ട് മാറിയിരിക്കുന്നത്. വിനീഷ, യെസ്, വ്യക്തമാണ്. ഏതായാലും പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ്. ഇറാൻ ആയാലും അമേരിക്കയായാലും ഇസ്രായേലായാലും പശ്ചിമേഷ്യയിൽ നിന്ന് സംഘർഷത്തിന്റെ വാർത്തകൾ മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. സമാധാനം ഇനിയും അകലെ എന്ന് തന്നെയാണ് വിശദാംശങ്ങൾ സൂചിപ്പിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു MC നാസറും. ന്യൂസ് ഡെസ്കിൽ നിന്ന് BK സുഹൈൽ.